കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതി മരിച്ചതിൽ ദുരൂഹത. ഫസീലയുടെ കൂടെയുണ്ടായിരുന്ന അബ്ദുൽ സനൂഫിനെ കണ്ടെത്താനായില്ല. സനൂഫ് ഉപയോഗിച്ച കാറ് പാലക്കാട് ചക്കാന്തറയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സനൂഫിനെതിരെ ഫസീല നേരത്തെ ഒറ്റപ്പാലത്ത് പീഡന കേസ് നൽകിയതായും പോലീസ് പറഞ്ഞു. കൃത്യമായ അന്വേഷണം വേണമെന്ന് ഫസീലയുടെ കുടുംബം ആവശ്യപ്പെട്ടു. അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചു പോകുന്നില്ല നമുക്കറിയണം. കാരണം എന്താണെന്നോ, ഇതിപ്പോ ഇന്ന് എൻ്റെ മകൾക്ക് സംഭവിച്ചു, നാളെ വേറൊരുത്തൻ്റെ മകൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും മക്കളാണ്, എല്ലാവരും നമ്മൾ നൊന്ത് തള്ളാരും നമ്മളും അച്ഛന്മാരും അമ്മമാരും ഉപ്പമാരും ഒക്കെ പാടെ കൂടി വളർത്തുന്നതാണ്. അപ്പോൾ അവർ ഒരു കരക്കാവുമ്പോൾ നമ്മളെന്തെങ്കിലും വല്ല രീതിയിൽ പഠിച്ചതായി കഴിയുമ്പോൾ നമ്മൾ ജോലിക്ക് വിടും. നമ്മളെ പ്രതീക്ഷ എന്താണ്? നമ്മൾ മക്കളെ നല്ലൊരു ജോലി ചെയ്ത് കണ്ട് വരണം എന്നാണ്. പക്ഷേ ഇത് എൻ്റെ മകൾക്ക് ഇന്ന് സംഭവിച്ചു, നാളെ വേറൊരാളുടെ മക്കൾക്ക് ഏതോ മതം ആയിക്കോട്ടെ, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും ആരോ ആയിക്കോട്ടെ, നാളെ പിറ്റേന്ന് ഇങ്ങനത്തെ ഒരു മക്കൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം പാടില്ല, വരരുത്. ദൃശ്യ പുതിയ അടുത്ത വിശദാംശങ്ങൾ നൽകും. ദൃശ്യ, ഈ ഫസീലയുടെ മരണം കൊലപാതകമായിട്ടാണോ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? പോലീസ് പ്രാഥമിക നീക്കങ്ങൾ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? സനൂഫിനെ ട്രേസ് ചെയ്യാനുള്ള നീക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? സേഫു, അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കാരണം ഫസീലയുടെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദ് സനൂഫിനെ ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ഇയാൾ സഞ്ചരിച്ച വാഹനം പാലക്കാട് ചക്കാന്തറയിൽ വെച്ച് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് സനൂഫിൻ്റെതല്ല, മറ്റൊരു വ്യക്തിയുടേതാണെന്നും പോലീസ് പറഞ്ഞു. കൂടാതെ തന്നെ സനൂഫ് ലോഡ്ജിൽ നൽകിയ വിവരങ്ങൾ, അതായത് മേൽവിലാസവും ഫോൺ നമ്പറും ഒക്കെ തെറ്റാണെന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. 24-ാം തീയതിയാണ് ഇരുവരും ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. അതിനുശേഷം 25-ാം തീയതി രാത്രി 10 മണിയോടെയാണ് സനൂഫ് പണമെടുക്കാനെന്ന് പറഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതിനുശേഷം ഇതുവരെ സനൂഫ് മുറിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. എവിടെയാണെന്ന് കണ്ടെത്താനും പോലീസിന് സാധിച്ചിട്ടില്ല. ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് ഫസീലയുടെ പിതാവ് മുഹമ്മദ് സാനു പറഞ്ഞത്. കാരണം ജോലിയുടെ ആവശ്യത്തിനായാണ് ഫസീല വയനാട് നിന്നും കോഴിക്കോടേക്ക് എത്തുന്നത്. അതിനുശേഷം മകളെക്കുറിച്ച് ഇപ്പോൾ 2 ദിവസമായി മകളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. അതിനുശേഷമുള്ള അന്വേഷണത്തിലാണ് ഇങ്ങനെ വാർത്ത പുറത്തു വരുന്നതും കുടുംബം അറിയുന്നതും. ഇതിന് പിന്നിൽ കൃത്യമായി ആരാണുള്ളതെന്ന് കൃത്യമായ അന്വേഷണം വേണമെന്നും ആരാണെന്ന് അറിയണമെന്നും ഫസീലയുടെ പിതാവ് പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ സനൂഫ് സഞ്ചരിച്ച വാഹനം പാലക്കാട് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ നൽകിയ വിവരങ്ങളൊക്കെ തെറ്റായതുകൊണ്ട് തന്നെ ഇയാളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പോലീസ് അതിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സേഫു. ശരി, ദൃശ്യ പുതിയ അടുത്താണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്ടെന്ന്.